Hi all, welcome to Programming Talks Malayalam. ഇന്നത്തേത് ഒരു റിവിഷൻ വീഡിയോ ആണ്. ഇതുവരെ പഠിച്ച ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാണ് ഇന്ന് നമ്മൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ? യൂണിവേഴ്സിറ്റി എക്സാംസിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിനും എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ. നമ്മൾ ഫസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ. ഏതൊക്കെയായിരുന്നു പൈത്തണിൻ്റെ ഫീച്ചേഴ്സ്? ഈസി ടു യൂസ് ആൻഡ് ലേൺ, ഇൻ്റർപ്രറ്റർ ലാംഗ്വേജ്, എക്സ്പ്രസീവ് ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ ലാംഗ്വേജ്, ഫിഫ്ത്ത് വൺ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ദെൻ ലാർജ് നമ്പർ ഓഫ് ലൈബ്രറീസ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ആണ്, പ്രൊസീജിയർ ഓറിയൻറ്റഡും ആണ്. ദെൻ ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ്. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഓരോ ഫീച്ചറും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അരുൺ ക്രിയേറ്റ് എ വേരിയബിൾ ഇൻ പൈത്തൺ ആസ് ഫോളോയിങ് ഇൻറ്റ് x equal to 3. Then he got an error. Identify the error and help him to correct it. എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക്? നമുക്കറിയാം പൈത്തണിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, ഇനിഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം പൈത്തണിൽ ഇല്ല. x equal to 3 എന്ന് എഴുതുമ്പോൾ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് 3 ഒരു ഇൻറ്റിജർ ആണ്. 3നെ വേരിയബിൾ എക്സിലേക്ക് അസൈൻ ചെയ്തു, റൺ ടൈമിൽ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ എങ്ങനെയാണ്? x equal to 3 എന്ന് മാത്രം മതി. വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഈ 7 സ്കോർ ഈസ് എ വാലിഡ് പൈത്തൺ വേരിയബിൾ നെയിം ആണോ? നമുക്കറിയാം വേരിയബിളിന് നെയിം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് റൂൾസ് ഒക്കെ വേരിയബിൾ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ വേരിയബിളിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു ഡിജിറ്റിലാണ്, 7 എന്ന ഡിജിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ 7 സ്കോർ എന്ന് പറയുന്നത് ഒരു വാലിഡ് പൈത്തൺ വേരിയബിൾ നെയിം അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് പൈത്തൺ സ്റ്റേറ്റ്മെന്റ് c is equal to a plus b, what is a and b? എന്താണ് എയും ബിയും? ഓപ്പറാൻസ് ആണ് അല്ലേ? എയും ബി എന്താണ്? ഓപ്പറാൻസ് ആണ്, പ്ലസ് ഓപ്പറേറ്ററും ആണ്. Then fifth question, which built-in function return the address of the object? അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്ന built-in function ഏതാണ്? നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു, ഇതാണ് id. അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്ന built-in function id. Sixth question, what is the value of expression 80/2? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ മനസ്സിലാക്കുക ഇതെന്താണ്. ഇതൊരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് അല്ലേ? ഡിവിഷൻ ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൽ ഡിവിഷൻ ഓപ്പറേറ്റർ ആണ്. പൈത്തണിലെ ഡിവിഷൻ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ 80/2 ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? 40.0. ഓക്കെ, ഒരു കംപ്ലീറ്റ് വാല്യൂ ആയിരിക്കും പൈത്തണിലെ ഡിവിഷൻ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത്. ഒരുപാട് ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സിയിലും C++ലും ഒക്കെ ആണെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, പൈത്തണിലാണെങ്കിൽ കംപ്ലീറ്റ് വാല്യൂ ആയിരിക്കും ഔട്ട് ചെയ്യുന്നത്. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഈസ് ഓപ്പറേറ്റർ എന്താണ്? ഈക്വൽ ടു ഓപ്പറേറ്റർ കമ്പയർ ചെയ്യുന്നത് രണ്ട് വാല്യൂസ് സെയിം ആണോ അല്ലയോ എന്നാണ്. ഈസ് ഓപ്പറേറ്റർ കമ്പയർ ചെയ്യുന്നത് രണ്ട് വാല്യൂസിൻ്റെ മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ സെയിം ആണോ അല്ലയോ എന്നാണ്. ഓക്കെ, ഈക്വൽ ടു ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്നാണ്, അല്ലെങ്കിൽ സെയിം ആണോ അല്ലയോ എന്നാണ്. ഈസ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് വാല്യൂസിൻ്റെ മെമ്മറി അഡ്രസ്സ് അല്ലെങ്കിൽ അവയുടെ മെമ്മറി ലൊക്കേഷൻ സെയിം ആണോ അല്ലയോ എന്നാണ്.
വാല്യൂസിൻ്റെ മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ അവ പോയിന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ സെയിം ആണോ അല്ലയോ എന്നാണ് ഈസ് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ടു ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് സെയിം ആണോ അല്ലയോ എന്നാണ്. ഓക്കെ. 8th question. A equal to 20, B equal to 50. C equal to A or B. What is the value of C? എന്തായിരിക്കും സിയുടെ വാല്യൂ? ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഓർ ആണ് അല്ലേ, ലോജിക്കൽ ഓർ ആണ്. രണ്ട് നോൺ ബൂളിയൻസ് വാല്യൂവിനെ ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ്സ് ആയിരിക്കും അല്ലേ. ഇപ്പം സി ഈക്വൽ ടു എ ഓർ ബി എന്നാണ് ഇവിടെ പെർഫോം ചെയ്ത ഓപ്പറേഷൻ. സോ ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് റിട്ടേൺ ചെയ്യുന്നത് ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓപ്പറൻഡ് ആണ് അല്ലേ. ഓറിൻ്റെ ലെഫ്റ്റ് ഓപ്പറൻഡ് ആണ്. ഓറിൻ്റെ ലെഫ്റ്റ് ഓപ്പറൻഡ് ഇവിടെ ഏതാണ്? എ ആണ്. എയുടെ വാല്യൂ എന്താണ്? 20 ആണ് റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട്. ഇനി ബി ഓർ എ എന്നാണ് നമ്മൾ ചെയ്ത ഓപ്പറേഷൻ എങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് 50 ആയിരിക്കും. ഓക്കെ. ആൻഡ് ആണെങ്കിൽ എങ്ങനെ വരും? എ ആൻഡ് ബി ആണെങ്കിൽ എങ്ങനെ വരും? റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ട് 50 ആയിരിക്കും. ബി ആൻഡ് എ എന്നാണെങ്കിലോ 20 ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കണം. രണ്ട് നോൺ ബൂളിയൻസ് വാല്യൂവിനെ ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഓപ്പറൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. എ ഓർ ബി ആണെങ്കിൽ ഓറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡ്, എ ഓർ ബി ചെയ്യുമ്പം ഓറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് എ ആണ്, എ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എ ആൻഡ് ബി ആണ് ചെയ്യുന്നത്, അപ്പം ആൻഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എ ആൻഡ് ബി ആണ് മീൻസ് ആൻഡിൻ്റെ റൈറ്റ് കിടക്കുന്ന ഓപ്പറൻഡ് ബി ആണ്. സോ ബി ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 9th question. Which of the following is invalid identifier in Python? ഏതാണ്? ഇവിടെ 4 ഐഡൻറ്റിഫയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതെ, മൈ നെയിം. ഓക്കെ, കുഴപ്പമില്ല. നമുക്കറിയാം ഐഡൻറ്റിഫയേഴ്സിനെ നെയിം ചെയ്യുമ്പോൾ ക്യാപ്സ് യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, ബട്ട് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. അണ്ടർസ്കോഴ്സും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വാലിഡ് ആണ്. മൈ നെയിം ഇവിടെ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഇതവിടെ നിൽക്കട്ടെ. മൈ നെയിം ഫോർ, ഇതും പ്രശ്നമൊന്നുമില്ല. ഡിജിറ്റ്സ് യൂസ് ചെയ്യാൻ, ഡിജിറ്റ്സ് സ്റ്റാർട്ട് വരാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പം ഇതും വാലിഡ് ആണ്. ദെൻ ഇത് വാലിഡ് ആണോ? ട്രൂ അല്ല. എന്തുകൊണ്ടാണ്? ട്രൂ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, അതൊരിക്കലും ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇൻവാലിഡ് ആയിട്ടുള്ളത് ഏതാണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ. സ്റ്റേ സേഫ്.